പാലക്കാട് കഞ്ചിക്കോട് ഉമ്മിണിക്കുളത്ത് അസ്ഥികൂടം കണ്ടെത്തി. ഇന്നലെ രാവിലോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അസ്ഥികൂടമാണ് രാവിലെ കണ്ടെത്തിയത്. കസബ പോലീസ് തുടർന്ന് സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരൂ എന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ്. പരാതി എന്ന് വെച്ചാൽ വിളിച്ചു പറയുക ചെയ്ത് ഇന്നപോലെ ഡ്രസ് കോഡുകളും മറ്റേ അവശിഷ്ടങ്ങളും കിടക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളത് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പോലീസ് വരികയും പോലീസ് വന്ന് അത് പരിശോധന നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ സ്റ്റഡ് എല്ല് കഷ്ണങ്ങൾ കിട്ടിയെന്നാണ് പറയുണ്ടായി. അപ്പോൾ അത് ഫോറൻസിക് വിഭാഗം ചെക്ക് ചെയ്ത ശേഷമേ എന്താണ് എന്നുള്ളത് വ്യക്തത വരുന്നതാണ് പോലീസിൻ്റെ നിഗമനം. ഞാൻ പുതുശ്ശേരി പഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പറാണ്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നുണ്ട്. അരുൺ, ഒരുപക്ഷെ പോലീസ് എന്തെങ്കിലും നിർണായകമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഞ്ചിക്കോട് ഉമ്മിണിക്കുളത്താണ് അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് അസ്ഥികൂടം കണ്ടത്. കസബ പോലീസ് സംഭവ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഫോറൻസിക്കിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തത വരൂ എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. വിദേശത്ത് നിന്ന് 4 മാസം മുൻപ് കാണാതായ ആളുടേതാണോ ഈ അസ്ഥികൂടം എന്ന സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും നിലവിൽ ഈ അസ്ഥികൂടം പോലീസ് അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനി കൂടുതൽ ഫോറൻസിക് പരിശോധനകളും മറ്റും നടത്തുന്ന മുറയ്ക്ക് മാത്രമേ ഇത് ആരുടേതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. അരുൺ, ഒരുപക്ഷെ നേരത്തെ ഇത്തരത്തിൽ മറുവശത്ത് ഇത്തരത്തിൽ ജില്ലയിൽ മുമ്പ് കാണാതായ ആളുകളുടെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് അത്തരത്തിലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ടോ? തീർച്ചയായും നേരത്തെ ഈ മേഖലയിൽ നിന്നും, പ്രത്യേകിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ രാമശ്ശേരി ഭാഗത്തും ഒരു ക്വാറിയിൽ സമാന രീതിയിലൊരു തലയോട്ടി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും പോലീസ് ഇത്തരത്തിൽ കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ച് മറ്റും അന്വേഷണം നടത്തുകയാണ് ആ കേസുമായി ബന്ധപ്പെട്ടും. ഏതായാലും നിലവിൽ ഈ ഒരു അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിലും മിസ്സിംഗ് ആയ ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. വിദേശത്ത് നിന്ന് 4 മാസം മുൻപ് കാണാതായ വ്യക്തിയുടേതാണോ എന്നുള്ളൊരു സംശയം നിലവിൽ പോലീസിനുണ്ട്. ഏതായാലും ഫോറൻസിക് പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് മാത്രമേ ഇത് ആരുടേതാണെന്നുള്ള കാര്യത്തിലും മറ്റുമൊക്കെ കൂടുതൽ വ്യക്തതയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. വ്യക്തമാണ്. അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.